കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ ഒരു ക്ലയന്റിന് വേണ്ടി നമ്മളൊരു 2 മാസമായിട്ട് മെറ്റാഡ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് ആബ്സല്യൂട്ട്ലി വലിയ കാര്യമായിട്ട് ആ പേജ് ഒരു നല്ലൊരു വിഷ്വലി ഒന്നും ഭംഗിയൊന്നുമില്ല. അങ്ങനെ കൃത്യമായിട്ടൊന്നും അല്ല അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മെറ്റാഡ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് പേജൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് ടോട്ടൽ ഓൾ ഓവർ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ച് നമ്മൾ 2 മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആർട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു. സോ ഈ അതിലൊരാൾക്ക് ഈ മെറ്റാഡ്സിനെ കുറിച്ച് ചെറിയ രീതിയിൽ ബേസിക് അറിയാം. സോ ആള് മെറ്റാഡ്സിലേക്ക് ഈ നമ്മുടെ ആർട്സ് മാനേജറിൽ കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് തോന്നി അവർക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞങ്ങളോട് 3rd മന്ത് ആയപ്പോൾ പറഞ്ഞു ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട, നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഇച്ചിരി ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ട്, സോ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ ഓൾറെഡി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, സെയിൽസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഈ ഫസ്റ്റ് ഞങ്ങൾക്ക് ആർട്സ് മാനേജറിന്റെ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിൽ കുറെ ആർട്സ് ഒക്കെ ഇവർ റൺ ചെയ്യുന്നൊക്കെ പോലെ കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ വേറെ ഏതോ ഒരു വ്യക്തി ആൾ വന്ന് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു മാസം കുറച്ച് ആർട്സ് ഒക്കെ റൺ ചെയ്തു, ഞങ്ങൾ കണ്ടു കുറച്ച് ആർട്സ് റൺ ചെയ്തു. ബട്ട് നെക്സ്റ്റ് മാസം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ക്യാൻസൽ പറ്റുന്നില്ല, ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇത് ഹോൾഡ് ചെയ്തായിരുന്നു, സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ വർക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഞങ്ങളോട് എല്ലാവരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ നല്ല പ്രൊഫഷണലി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സോ നിങ്ങൾ തന്നെ മതി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സോ എനിക്ക് ഭയങ്കര, ഞങ്ങളൊന്നും പറഞ്ഞില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമ്മളൊന്നും പറഞ്ഞില്ല. സോ നമ്മളൊരു ക്ലയന്റിന് വേണ്ടി ഇതെടുക്കുമ്പോഴത്തേക്കും, ഒരു വർക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അത്ര എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ വർക്ക് എന്ന് പറയുന്നത് അതൊരു ഒരു സാധാ വർക്ക്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫണ്ട് കിട്ടാൻ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാന്ന് ഉപരിയായിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവർക്കും ബെനിഫിറ്റ് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. നമ്മളത് ആ ഒരു പ്രൊഫഷനിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് ഓൾറെഡി വർക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു.